بسم الله الرحمن الرحيم ومن شر حاسد إذا حسد സൂറത്തുൽ ഫലഖിന്റെ അവസാനത്തെ ആയത്താണ്. അല്ലാഹുവിനോട്, പ്രഭാതത്തിന്റെ റബ്ബായ അല്ലാഹുവിനോട് ഒരുപാട് വിഷയങ്ങളിൽ നിന്ന്, ശൈത്വാനിൽ നിന്ന്, അതുപോലെ നരകത്തിൽ നിന്ന്, അതുപോലെ രാത്രിയുടെ ഇരുട്ടിൽ സംഭവിക്കുന്ന അപകടങ്ങളിൽ നിന്നും, സിഹർ ചെയ്യുന്ന പെണ്ണുങ്ങളുടെ ബുദ്ധിമുട്ടിൽ നിന്നൊക്കെയും അല്ലാഹുവിനോട് നബിയെ നിങ്ങൾ കാവലിനെ തേടും. അവസാനം പറഞ്ഞു വമിൻ ശർരി ഹാസിദ്, ചതിയന്മാരുടെ ഷർറിൽ നിന്നിട്ടും നബിയെ കാവലിനെ തേടൂ. എപ്പോൾ ഇദാ ഹസദ്, അവർ ചതി വെച്ചാൽ, ചതിയന്മാർ അവരുടെ കൽബിൽ, അവരുടെ ഉള്ളിൽ ചതി കൊണ്ട് നടക്കാൻ തുടങ്ങിയാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. ചതി എന്ന് പറഞ്ഞാൽ ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ആ ചതിയന്മാരുടെ ചതിയിൽ നിന്നിട്ട് നബിയെ നിങ്ങൾ കാവലിനെ തേടുന്നു. അപ്പൊ അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത്, സുബഹി നേരത്തും അതുപോലെ വൈകുന്നേര സമയത്തും അർത്ഥം പറഞ്ഞ് നല്ല മനസ്സോടെ ഈ സൂറത്ത് ഒരാൾ ഓതുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു സിഹറും ബാധിക്കൂല, ഒരു ചതിയും അയാൾ ഏൽക്കൂല, ഒരു ബുദ്ധിമുട്ടും അയാൾക്ക് ഉണ്ടാവൂല. കാരണം അയാൾക്ക് ഈ സൂറത്ത് വലിയ കാവലായിരിക്കുന്നു. ചതി അത് വല്ലാതെ അപകടം പിടിച്ച ഒരു വിഷയം. ഈ രണ്ട് നിലക്കുള്ള ചതിയാണ്. ഒരു ചതി ഹറാമായ ചതിയാണ്, തീരെ പാടില്ലാത്തത്. അതേതാണ്? ഒരാളിൽ ഒരു നിയമത്തുണ്ട്. ഒരാൾ വലിയ പൈസക്കാരനാണ്, അല്ലെങ്കിൽ ഒരാൾ ഭയങ്കര ആരോഗ്യവാനാണ്, അല്ലെങ്കിൽ ഒരാൾ ഭയങ്കര സന്തമുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അയാളോട് ചതി വെക്കുക എങ്ങനെയാണ്? അയാളുടെ നിയമത്ത് അത് നഷ്ടപ്പെടുകയും ആ നിയമത്ത് എനിക്ക് കിട്ടുകയും വേണം എന്ന രൂപത്തിലുള്ള ചതിയാണ്. ഒരാളുടെ നിയമത്ത് അത് നഷ്ടപ്പെടണം, ആ നിയമത്ത് എനിക്ക് കിട്ടണം എന്ന രൂപത്തിലുള്ള ചതി, അത് ഹറാമായ ചതിയാണ്, തീരെ പാടില്ലാത്തത്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ചതികളൊക്കെ എങ്ങനെയാണ്? കുറച്ച് ഉഷാറായാലും നമുക്ക് അയാളോട് ചതിയാണ്. അയാൾ ബർബാദായി പോകണം, അയാളെക്കാൾ ഉഷാർ ഞാനാവണം എന്ന ഒരു ധാരണ നമ്മുടെ മനസ്സ്. അയാൾ ആകെ പോകണം, മാത്രമാകണേ, അയാൾ ഒന്നില്ലാത്ത ആളാകണം, അയാൾ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകണം, എനിക്ക് സൗന്ദര്യം കിട്ടണം. ഈ രൂപത്തിലുള്ള ചതി അത് തീരെ പാടില്ലാത്ത, അള്ളാഹുവിന്റെ ലാനത്തിന്റെ കോപത്തിന്റെ കാരണമാകുന്ന ചതിയാണ്, തീരെ പാടില്ല. മറ്റൊരു ചതിയുണ്ട്, അതായത് അയാളെ നഷ്ടപ്പെട്ടു പോകണമെന്നറിയില്ല, എനിക്ക് കിട്ടണം എന്ന രൂപത്തിൽ, അത് പാടില്ലാത്ത ചതിയാണ്. പക്ഷേ ചതി വെക്കാൻ പാടുള്ള രണ്ട് വിഷയത്തിൽ ചതി വെക്കാം. ഈ രണ്ടാമത്തെ ക്വാളിറ്റിയുള്ള ചതിയാണ്. ഒന്ന് ഇൽമുള്ള ആളോട് ഒരു ചതിയാണ്. ഇൽമുള്ള ആളോട് എന്താ? അയാളെ ഇൽമ നഷ്ടപ്പെട്ടു പോകണമെന്നല്ല, അയാൾ നല്ല ഇൽമുള്ള ആളാണ്, വലിയ മാന്യത്തെയാണ്, ആൾക്കെല്ലാം അറിയും. അതുപോലെ എനിക്കും അതുപോലെ വിവരം ഉണ്ടായിരുന്നെങ്കിലോ എന്ന രൂപത്തിലുള്ള ഒരു ചതി, അത് പാടുന്ന ചതിയാണ്. ഇൽമിന്റെ വിഷയത്തിലുള്ള ചതി. അയാൾ നഷ്ടപ്പെട്ടു പോയിട്ട് എനിക്ക് കിട്ടണമെന്നല്ല, അയാൾ ഭയങ്കര കുറെ ആളുകൾക്ക് നർസ് പറഞ്ഞു കൊടുക്കുന്നത്, അയാൾ കുറെ ഇൽമ പറയുന്നത്, കുറെ ഉഷാറാണ് അയാൾ, അതുപോലെ എനിക്കും അള്ളാഹു ഇൽമ തന്നിരുന്നുവെങ്കിലോ എന്ന രൂപത്തിലുള്ള ഒരു. മറ്റൊന്ന്, ഒരാൾക്ക് അള്ളാഹു ധാരാളം പൈസ കൊടുത്തു, ആ പൈസ കൊണ്ട് അയാൾ നല്ല ദീനി രംഗത്തിൽ അയാൾ പ്രവർത്തിക്കാം, പള്ളിക്ക് വേണ്ടി കൊടുക്കുന്നു. റമദാനിൽ വരുമ്പോ നമ്മുടെ പള്ളിയുടെ സീറ്റിരുന്ന പരിപാടി, അതുപോലെ കോട്ടേഴ്സിന്റെ പരിപാടി, പള്ളിന്റെ പരിപാടി, അയാൾ ധാരാളം അയാൾ സമ്പത്ത് ഇങ്ങനെ കൊടുക്കാൻ. അപ്പൊ എന്റെ ഉള്ളിൽ ഒരു ചതി, പ്രചോദനം എനിക്കും അതുപോലെ സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പള്ളിക്ക് കൊടുക്കായിരുന്നല്ലോ എന്ന രൂപത്തിലുള്ളത്, അത് പാടുള്ളത്. അതാണ് രണ്ട് പാടുള്ളത്. ബാക്കിയുള്ളതൊക്കെയും പാടില്ലാത്തതാണ്. പക്ഷെ അതേ സമയത്ത് ഉള്ളവന്റെ നിയമത്തെ നഷ്ടപ്പെട്ടു പോയി അത് എനിക്ക് കിട്ടണമെന്ന രൂപത്തിലുള്ള ചതി വെക്കുക എന്നത് അത് ഹറാമായ ചതിയാണ്. വിഷയമല്ല. ഈ ലോകത്ത് ഏറ്റവും ആദ്യമായി ഉണ്ടായ തെറ്റിന്റെ കാരണം എന്താ? നബി അലൈഹി സ്വലാമിന്റെ രണ്ട് മക്കൾ ഹാബീൽ കൊന്നു. മനസ്സിലാക്കാൻ വേണ്ടിട്ട് ആദ്യത്തെ രണ്ട് അക്ഷരം പഠിച്ചു വെച്ചാൽ മതി. ഹാബീൽ കാത്തിരുന്ന ആണാണ് ഫസ്റ്റ്, ഒന്നാണ്. ഹാബീലിന് ഫസ്റ്റ് ആണ്, അരക്കയാണ്. അപ്പൊ ഹാബീലിനെ കൊന്നു. ആദ്യത്തെ കൊലപാതകം, ആദ്യത്തെ തെറ്റാണ്. അതിന്റെ തുടക്ക കാരണം എന്താ? സത്യം എന്റെ സഹോദരന്റെ ഭാര്യ നല്ല സൗന്ദര്യമുള്ള ഭാര്യയാണ്, എനിക്ക് കിട്ടിയ ഭാര്യയോ മക്കൾ തന്നെ. അപ്പൊ അവരുടെ ഭാര്യമാരും അവാഹമാന്റെ മക്കൾ തന്നെ എല്ലാവരും. പക്ഷേ സഹോദരന് കിട്ടിയ പെണ്ണ് നല്ല ചന്തത്തെ പെണ്ണ്, സൗന്ദര്യമുള്ള പെണ്ണ്. എനിക്ക് കിട്ടിയതോ സൗന്ദര്യമില്ലാത്ത പെണ്ണ്. അതിന്റെ പേര് എന്താക്കി? അതിന്റെ പേരിൽ സ്വന്തം സഹോദരനെ കൊന്നു വന്നത് ആദ്യത്തെ കൊലപാതകം. പരിശുദ്ധമായ ഖുർആൻ അതിന്റെ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരാള് ആദ്യം മരിച്ചാൽ എന്ത് ചെയ്യണം? ഇവരില്ലാത്ത മനുഷ്യനാണ്. ആ മനുഷ്യർക്ക് അല്ലാഹു തആല വിവരം കൊടുക്കുന്നത് എങ്ങനെയാണ്? ഒരു കാക്കയെ അയച്ചിട്ടാണ്. ഒരു കാക്ക വന്നു, ഒരു അത് അതിന്റെ കൊക്ക കൊണ്ട് ഇങ്ങനെ ഭൂമിയൊക്കെ തോണ്ടി ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു കൊടുത്തതാണ്. അപ്പൊ ആദ്യത്തെ ഖബറിന്റെ ഉസ്താദാണ് കാക്ക. ആദ്യത്തെ ഖബറിന്റെ ഉസ്താദാണ്, വേറെ ഒന്നുമല്ല. അല്ലാഹു തആല ഓരോരുത്തർക്ക് പഠിപ്പിച്ചു കൊടുക്കലാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ആരാണല്ലേ? വഹുവ അഹ്കമുൽ ഹകീമീൻ. ഏറ്റവും വലിയ ഹിക്മത്തുള്ളവനാണ് പഠിച്ചവൻ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ബിരിസാവാൻ കിബറല്ലേ? പക്ഷെ ആ കിബറിന്റെ തുടക്കം മറ്റൊന്നുണ്ട്. കിബറാണ് ശരിയാണ്. പക്ഷെ ആ കിബർ വരാനുള്ള കാരണം എന്താ? ചതിയാണ്. കിബർ വരാനുള്ള ഒരു കാരണമുണ്ട്, എന്താ? ചതിയാണ്. ആരോട്? ആദം അലൈഹിസ്സലാമിനോട് ചതി വെച്ചു. ഇബ്ലീസ് ചതി കൊണ്ടുവന്നതാണ് കിബർ എന്ന് പറഞ്ഞത്. ഖുർആന്റെ ആ സംഭവം പറയുമ്പോ അല്ലാഹു പറഞ്ഞത് തകബ്ബറ എന്നല്ല, പിന്നെ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഇബ്ലീസിന്റെ സംഭവം പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ കാര്യമാണ്.
ആദ്യമായി അവന്റെ ഉള്ളിൽ വന്ന ചതിയാണ്. എന്നെക്കാൾ ആദം എന്നെക്കാൾ ആദമിന്റെ ഭയങ്കര പവറാണോ എന്നൊരു ചതി വരലോടുകൂടി പിന്നെ അഹങ്കാരം വന്നപ്പോ അവന്റെ എല്ലാ ചെയ്ത അമലുകളൊക്കെയും പൊലിഞ്ഞ അവനൊരു തനിച്ച കാക്കറായി പോയി. കാരണം എന്താ? തുടക്കം അസത. അപ്പൊ ചില വിഷയമൊന്നുമല്ല, ഭയങ്കര പേടിക്കേണ്ട ഒരു വിഷയം. അതാണെന്തോ പറഞ്ഞത്, ചതി വെക്കുന്നവൻ ചതി വെച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഭൂമിനികള്. അതാണ് ആ ചതി കൊണ്ടാണ് സിഹറിലേക്ക് എത്തിപ്പെടുന്നത്. ആ ചതി കൊണ്ടാണ് എല്ലാ തെറ്റുകളിലേക്കും മനുഷ്യൻ എത്തിപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് അവന്റെ ശരീരത്തിൽ നിന്ന് കാവലം തേടുന്നു. കാവലം തേടിയാൽ മതിയാവും. നമ്മുടെ ഉള്ളിലും മറ്റുള്ള ആളോട് ചതി ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാൽ അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങളാണ്. നമുക്ക് പറയാം, നമ്മുടെ ഉള്ളിലും മറ്റൊരാളോടും ചതി ഉണ്ടാവാൻ പാടില്ല. പിന്നൊരു തന്നെ ചതിയോ ആ ചതി നമ്മൾ പെടാൻ പാടില്ല. പെടാതിരിക്കാനാണ് ഈ സൂറത്ത് നമ്മോട് അല്ലാഹു തആല ഓതാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചോദാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد. സദഖല്ലാഹ്. അല്ലാഹു ഈ സൂറത്തിൽ എന്തൊക്കെ ഖൽഖിന്റെ ശർറിൽ നിന്നിട്ട് പടച്ചവനെ കാവലം തേടാൻ പറഞ്ഞു. ആ എല്ലാ ശറൂറുകളിൽ നിന്നിട്ട് പടച്ചവനെ ഞങ്ങള്, നമ്മുടെ ഭാര്യ, മക്കള്, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ വീടുകൾ, നമ്മുടെ വാഹനങ്ങൾ, പടച്ചവനെ നമ്മുടെ പരമ്പ്, നാം ചെയ്യുന്ന ജോലി, നമ്മുടെ കച്ചവടങ്ങൾ, അല്ലാഹ് നമ്മുടെ കയ്യിൽ നിയന്ത്രിച്ച് എന്തൊക്കെയുണ്ടോ അതിന് മുഴുവനും ഈ പറയപ്പെട്ട ഖൽഖിന്റെ ശർറുകളിൽ നിന്നിട്ട് നീ സലാമത്താക്കണേ അല്ലാഹ്. സലാമത്താക്കണേ അല്ലാഹ്. എല്ലാ ശർറും നീ ബാത്തിലാക്കണേ അല്ലാഹ്. എല്ലാ ഖൈറാത്തുകൾ നമ്മിലേക്ക് നീ അടുപ്പിക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ സിഹറിൽ കുടുങ്ങി വേലാറായവർ, കണ്ണീരിൽ കുടുങ്ങിയിട്ട് എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആളുകൾ, ചതിയിൽപ്പെട്ട് വേലാറായ ആളുകൾ, എത്രയോ അടിമകൾ നമ്മളുമായി വസിയത്ത് ചെയ്തവരാണ്. പടച്ചവനെ ഓരോരുത്തരുടെ ബുദ്ധിമുട്ടുകളും നീ നീക്കിയിട്ട് ഞങ്ങളുടെ ആഹ്ലാദത്തും സന്തോഷവും സമാധാനവും അവരുടെയും നമ്മുടെയും ജീവിതത്തിൽ നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ റഹ്മാനെ. പടച്ചവനെ നമ്മുടെ കയ്യിൽ നീ ഏൽപ്പിച്ച എന്തൊക്കെയുണ്ടോ ആ ഏൽപ്പിച്ചതിൽ മുഴുവനും നമ്മുടെ മനസ്സിന് വലിയ സമാധാനം നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നതും ബേജാറുണ്ടാക്കുന്നതും അമ്മുണ്ടാക്കുന്നതുമായ ഒന്നും നമ്മുടെ കയ്യിൽ നീ തരല്ലേ അല്ലാഹ്. നീ തരല്ലേ റഹ്മാനെ. ഒരുപാട് ആളുകൾ പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. ശിഫാ നൽകണേ അല്ലാഹ്. ശിഫാ നൽകണേ അല്ലാഹ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയിൽ പങ്കെടുത്ത നമ്മുടെ ലത്തീഫിന്റെ ഉപ്പ പെട്ടെന്നായിട്ട് പ്രസവകാരനായിട്ട് ഇവിടെ വീടും പടച്ചവനെ നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഇടയ്ക്കിടെ നമ്മുടെ സ്പെയിനിലെ ക്ലാസ്സിലൊക്കെയും പങ്കെടുക്കുന്നവരാണ്. പടച്ചവനെ ആഫിയത്ത് നൽകുന്നോ, ആരോഗ്യം നൽകുന്നോ, ബുദ്ധിമുട്ടുകൾ മുഴുവൻ നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ പരിശുദ്ധ റമദാനാണ് കടന്നു വരുന്നത്. ആ റമദാൻ വരുമ്പോ നമ്മുടെ ആരോഗ്യത്തിന്റെ പ്രശ്നം തരണ്ടേ അല്ലാഹ്. ആരോഗ്യത്തിന് ബുദ്ധിമുട്ട് തരണ്ടേ അല്ലാഹ്. കഴിഞ്ഞ കൊല്ലങ്ങളിൽ എങ്ങനെ റാഹത്തോടെ ഞങ്ങൾ തറാവീഹ് നിസ്കരിച്ചോ, എങ്ങനെ നോമ്പ് നോക്കിയോ, എങ്ങനെ അമൽ ചെയ്തോ, അതുപോലെ ഈ കൊല്ലവും റാഹത്തോടെ അമലുകൾ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ ഉമ്മക്ക് വേണ്ടി കരുതിയ ആളുകളുണ്ട് പടച്ചവനെ നമ്മുടെ നാട്ടിലും അതുപോലെ സദസ്സിലും. പടച്ചവനെ അവരുടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. നല്ല റാഹത്തോടെ ഉദ്ദേശിച്ച പരിശുദ്ധമായ രണ്ട് ഹറമിന്റെ ഭൂമിയിൽ എത്തിപ്പെടാനും ധാരാളം റമദാനിന്റെ പുണ്യ ദിവസങ്ങളിൽ ഈ പൊരുത്തപ്പെടുന്ന അമലുകൾ ചെയ്യാനും അവിടെ ദുആ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി ദുആ ഓർക്കാനും അവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കും ആ ഭാഗ്യം ജീവിതത്തിൽ മരണത്തിന് മുമ്പ് ആരോഗ്യമുള്ള സമയത്ത് നീ നൽകണേ അല്ലാഹ്. അല്ലാഹ് ഇവിടെ പള്ളിയുടെ വിജയത്തിന് വേണ്ടി തീരുമാനിച്ച എല്ലാ കാര്യങ്ങളും റാഹത്തിലായി അത് പൂർത്തിയാക്കാൻ വേണ്ട മദദ് നീ ചെയ്തു തരണേ അല്ലാഹ്. നീ ചെയ്തു തരണേ അല്ലാഹ്. ഓരോരുത്തരുടെ മനസ്സിലും പള്ളിക്ക് വേണ്ടി നൽകാൻ ആഗ്രഹമുള്ളവരാണ് പടച്ചവനെ. വലുതല്ലെങ്കിൽ ചെറുത് പടച്ചവനെ അതിനു വേണ്ടിയിട്ടുള്ള ഹലാലായ സമ്പത്തുകൾ നമ്മുടെ കയ്യിലേക്ക് നീ എത്തിച്ചു തരണേ അല്ലാഹ്. നീ എത്തിച്ചു തരണേ അല്ലാഹ്. മരിച്ചുപോയ നമ്മുടെ എത്ര കുടുംബങ്ങളും ഇന്ന് പള്ളിക്കാട്ടിൽ കിടക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരുപാട് റമദാനിന്റെ പുണ്യ ദിവസങ്ങളിൽ നമുക്ക് തറാവീഹ് നിസ്കരിക്കാനും നോമ്പ് നോക്കാനും പഠിപ്പിച്ചു തന്നവർ, അതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ച ആളുകൾ, അതിനുവേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തന്നവർ, വസ്ത്രങ്ങൾ വാങ്ങി തന്ന എത്ര ഉമ്മമാരും കുടുംബക്കാരും ഇന്ന് പള്ളിക്കാട്ടിലാണ് അല്ലാഹ്. അവരുടെ കബർ വെളിച്ചമാക്കണേ ഉണ്ട്, അവരുടെ കബർ വിശാലമാക്കണേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹ് ഓരോ ദിവസങ്ങളും യാത്ര ചെയ്യുന്ന ഞങ്ങൾക്ക് അപകടങ്ങളിൽ നിന്ന് കാവല് നൽകണേ അല്ലാഹ്. സദസ്സിലുള്ള ഒരു കൂട്ടുകാരന്റെ സഹോദരൻ ഗൾഫിൽ നിന്ന് യാത്ര വരികയാണ്. അല്ലാഹുവേ കാലിന്റെ പ്രശ്നമുണ്ട്. പടച്ചവനെ എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കിയിട്ട് വാദത്ത് നൽകണേ അല്ലാഹ്. യാത്രയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ആരോഗ്യം തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൽ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൽ നസീർ. ഹസ്ബുനല്ലാഹു ونعم الوكيل نعم المولى ونعم
നസീർ മുഅ്മിനീങ്ങൾ ഞാൻ നമുക്ക് പറഞ്ഞതുപോലെ ഇന്ന് ഞായറാഴ്ചയാണ്. ഇത് 10 മണിക്കാണ് നമ്മുടെ ഫ്രീ ഇലക്ട്രിക് കോഴ്സ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നമ്മൾ ഓരോരുത്തരും പങ്കെടുക്കണം. നമ്മുടെ ദേവസ്ഥാന അടക്കമുള്ള ഉസ്താദന്മാരൊക്കെയും വരുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വീടുകളിലുള്ള കല്യാണം കഴിക്കുന്ന, അതുപോലെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച 15 വയസ്സിന്റെ മുകളിലുള്ള പെണ്ണ് മക്കൾക്ക്, പിന്നെ സ്ത്രീകൾ തന്നെ ക്ലാസ് എടുക്കുന്ന നല്ലൊരു ജീവിതത്തിൽ ഉപകരിക്കുന്ന ക്ലാസ്സാണ്. അതുകൊണ്ട് നിർബന്ധമായി അത് പരിഗണിക്കുകയും അതിന് വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ അറിയിക്കുന്നത്. കൃത്യം 10 മണിക്ക് ഇൻഷാ അല്ലാഹ് ഉദ്ഘാടന സെക്ഷൻ തുടങ്ങും. പങ്കെടുക്കുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.